2026 കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായൊരു വർഷമാണ്. ഇനിയുള്ള രാഷ്ട്രീയ കേരളത്തിൽ ആരൊക്കെ വാഴുമെന്നും ആരൊക്കെ വീഴുമെന്നും കൃത്യമായി തുറന്നു കാട്ടപ്പെടുന്ന തെരഞ്ഞെടുപ്പാകും 2026 നടക്കുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്ന് പരിശോധിക്കുകയാണ് വൈറ്റ് സ്വാൻ TV. വടക്കൻ കേരളത്തിലെ ആദ്യ 5 ജില്ലകളാണ് ഇന്നിപ്പോൾ പരിശോധിക്കുന്നത്. ഓരോ ജില്ലകളെയും കുറിച്ചുള്ള വിശദമായ വിലയിരുത്തൽ വീഡിയോകൾ ഞങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ കൂടുതൽ വിശകലനം നടത്തിയാണ് വടക്കൻ കേരളത്തിലെ 48 മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളാണ്. നിലവിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 3 LDF-ഉം 2 UDF-ഉമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് വന്നാൽ UDF മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയിലൂടെ BJPക്ക് മണ്ഡലം അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും BJP അവിടെ മികച്ച മത്സരം കാഴ്ചവെച്ചിരുന്നു. കാസർഗോഡ് മണ്ഡലം വരുന്ന തെരഞ്ഞെടുപ്പിലും കാസർഗോഡ് ലീഗ് തന്നെ നിലനിർത്തുവാനാണ് സാധ്യത. രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ഉദുമ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. മുൻ MLA കൂടി പ്രതിയായ ഇരട്ട കൊലപാതകത്തിന്റെ വൈകാരിക പരിസരം നിലനിൽക്കുന്ന ഉദുമയിൽ രക്തസാക്ഷി കുടുംബത്തിലെ തന്നെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം കോൺഗ്രസ് അവിടെ നടത്തുന്നുണ്ട്. ഇടതു മുന്നണിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ CPI തന്നെ വിജയിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉള്ളത്. കേരളത്തെ ഒരു കാലത്ത് നയിച്ചിരുന്ന EK നയനാർ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ. അവിടെ CPM തന്നെ വീണ്ടും വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ ജില്ലയിൽ നിലവിൽ ആകെയുള്ള 11 സീറ്റുകളിൽ 2 മാത്രമാണ് UDF വിജയിച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ള 9 ഇടങ്ങളിലും LDF MLA-മാരാണുള്ളത്. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് നിലവിൽ MLA. ഇരിക്കൂറിൽ സജീവ് ജോസഫാണ് MLA. ഇരുവരും കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. കോൺഗ്രസിന് വേണ്ടി സണ്ണി ജോസഫും സജീവ് ജോസഫും തന്നെ വീണ്ടും മത്സരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. 2 ഇടങ്ങളിലും UDF തന്നെ വിജയിക്കുന്നതിനാണ് സാധ്യത. ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന മട്ടന്നൂർ മണ്ഡലം അനുശ്രീ എന്ന ചെറുപ്പക്കാരിയായ നേതാവിന്റെ സാന്നിധ്യം കൊണ്ടുകൂടി CPM-ന് തന്നെ അനായാസം ലഭിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ സ്പീക്കറായ AN ഷംസീറാണ് തലശ്ശേരി MLA. അടുത്ത തെരഞ്ഞെടുപ്പിലും തലശ്ശേരി CPM തന്നെ നിലനിർത്തുവാനാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തട്ടകമായ ധർമ്മടം മണ്ഡലത്തിൽ LDF തന്നെ വിജയിക്കുവാനാണ് സാധ്യതയുള്ളത്. കോൺഗ്രസ് S-ന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ MLA. അടുത്ത തവണ സ്വാഭാവികമായും കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ മണ്ഡലം CPM ഏറ്റെടുത്തേക്കും. ഇനി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ് ഒരു യുവ നേതാവിനെയാണ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടെ കണ്ണൂരിനെ പിടിച്ചെടുക്കുവാൻ അനായാസം കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അടുത്ത തവണ KM ഷാജി അഴീക്കോട് മത്സരിച്ചാൽ മണ്ഡലം UDF-ന് അനായാസം പിടിച്ചെടുക്കുവാൻ കഴിയും. തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനാണ് MLA. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിലും CPM-ന് മികച്ച മത്സരം കാഴ്ചവെക്കാനും എളുപ്പത്തിൽ വിജയിക്കുവാനും കഴിയുന്ന മണ്ഡലമാണ് തളിപ്പറമ്പ്. കല്യാശ്ശേരിയും പയ്യന്നൂരും ഉറച്ച CPM കോട്ടകൾ തന്നെയാണ്. ആ കോട്ടകൾ ഇളക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് അത്രമേൽ എളുപ്പമായ കാര്യമല്ല. ഇനി വയനാട് ജില്ല പരിശോധിച്ചാൽ ആകെയുള്ള 3 മണ്ഡലങ്ങളിൽ 2 UDF-നാണ് നിലവിൽ MLA-മാരുള്ളത്. മാനന്തവാടിയിൽ മാത്രമാണ് LDF വിജയിച്ചു നിൽക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിലും UDF തന്നെ വിജയിക്കുവാനാണ് സാധ്യത. ഇതോടെ 3 ഇടങ്ങളിലും UDF തന്നെ വിജയിച്ചു വരും. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടെ UDF തന്നെ വിജയിക്കുവാനാണ് സാധ്യത. കൽപ്പറ്റയിൽ T സിദ്ദിഖിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുവെ ജനങ്ങൾ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് സാധ്യതയില്ല. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ നിലവിൽ ആകെയുള്ള 16 മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളിലാണ് ഇടത് MLA-മാർ വിജയിച്ചു വന്നിട്ടുള്ളത്. ഇതിൽ ഒരിടം നിലമ്പൂരാണ്. PV അൻവർ രാജിവെച്ചത് കൊണ്ട് തന്നെ ഈ മണ്ഡലം ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേസമയം വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതകളാണുള്ളത്. PK ബഷീറിലൂടെ തന്നെ ഏറനാട്ടിൽ ലീഗ് തന്നെ വിജയം നിലനിർത്തുവാനാണ് സാധ്യത. വണ്ടൂരിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക മണ്ഡലമാണ് വണ്ടൂർ. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസാന വാക്കായ KC വേണുഗോപാലുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് AP അനിൽകുമാർ. വണ്ടൂരിൽ അടുത്ത തവണയും അനിൽകുമാർ തന്നെ മത്സരിക്കുവാനും വിജയിക്കുവാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. മഞ്ചേരി മണ്ഡലം പരിശോധിച്ചാൽ വിജയമെന്നും UDF-നൊപ്പം തന്നെയായിരുന്നു. അതുതന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാനാണ് സാധ്യത.
പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് വന്നാൽ മുസ്ലിം ലീഗിന്റെ തന്നെ നജീബ് കാന്തപുരമാണ് നിലവിൽ MLA. നിലവിൽ പെരിന്തൽമണ്ണയിലെ ഏവരുടെയും സ്വീകാര്യനായ MLA ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനാണ് സാധ്യത. മങ്കട മണ്ഡലം മലപ്പുറവും മണ്ഡല രൂപീകരണം മുതൽക്കേ ലീഗിനൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരെ ഒട്ടേറെ വിരുദ്ധ സമീപനങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് മറ്റൊരു അത്ഭുതത്തിന് സാധ്യതയില്ലാതെ ലീഗ് തന്നെ വിജയിക്കുവാനാണ് സാധ്യതയുള്ളത്. വേങ്ങരയിലേക്ക് വന്നാൽ ലീഗിന്റെ ഉറച്ച കോട്ടയാണ് വേങ്ങര. UDF രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ മെനയുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിലെ MLA. വരുന്ന തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി തന്നെ വിജയം നേടുവാനാണ് സാധ്യത. വള്ളിക്കുന്നും തിരൂരങ്ങാടിയും തിരൂരും കോട്ടക്കലും UDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വരുന്നത്. ആരൊക്കെ സ്ഥാനാർത്ഥികളായാലും ഇല്ലെങ്കിലും ഈ മണ്ഡലങ്ങളിൽ ലീഗ് തന്നെ വിജയിക്കുവാനാണ് സാധ്യത. താനൂരിൽ ഇപ്പോൾ ഇടത് സ്വതന്ത്രനായ V അബ്ദുറഹ്മാനാണ് MLA. അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് സ്വീകാര്യതയില്ലാത്ത മട്ടാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ UDF വിജയിക്കുവാനാണ് സാധ്യത. തവനൂർ പരിശോധിച്ചാലും ജലീൽ അടുത്ത തവണ മത്സരത്തിനിറങ്ങുവാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ നിന്നും PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് വന്നാൽ മണ്ഡലം അനായാസം കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയും. പൊന്നാനിയിലും ഇടതിന് ജയിക്കുവാൻ അടുത്ത തവണ അത്ര എളുപ്പമല്ല. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് UDF വിജയിച്ചു നിൽക്കുന്നത്. അതാകട്ടെ കൊടുവള്ളിയിൽ MK മുനീറും വടകരയിൽ KK രമയുമാണ്. ഇരു മണ്ഡലങ്ങളിലും അവർ തന്നെ അടുത്ത തവണ വിജയിക്കുവാനാണ് സാധ്യത. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് വിജയിച്ചു നിൽക്കുന്നില്ല. മികച്ച മന്ത്രി എന്ന പേര് മുഹമ്മദ് റിയാസിന് ഇന്നുണ്ട്. തകർന്ന് തരിപ്പണമായ ടൂറിസം മേഖലയെ തെല്ലൊന്നുമല്ല അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. പൊതുമരാമത്ത് വകുപ്പും ജനകീയമാക്കുവാൻ ഒട്ടേറെ ഇടപെടലുകൾ റിയാസ് നടത്തിയിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ബേപ്പൂർ ഇടത് തന്നെ നിലനിർത്തുമെന്നതിൽ സംശയമില്ല. ബാലുശ്ശേരിയുടെ കാര്യത്തിലും മറ്റ് അത്ഭുതങ്ങൾക്കൊന്നും ഇടയില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. UDF-നോ കോൺഗ്രസിനോ അവിടെ മികച്ച സ്ഥാനാർത്ഥികൾ ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം. എലത്തൂർ മണ്ഡലം CPM ഏറ്റെടുക്കുവാനാണ് സാധ്യത. അങ്ങനെ CPM ഏറ്റെടുത്താൽ പാർട്ടി ജില്ലാ സെക്രട്ടറി M മെഹബൂബ് മത്സരിച്ചേക്കും. കൊയിലാണ്ടി അടുത്ത തവണ കോൺഗ്രസിന്റെ യുവ നേതാവ് KM അഭിജിത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൊയിലാണ്ടിയിൽ UDF വിജയിക്കുന്നതിനാണ് സാധ്യത. കോഴിക്കോട് നോർത്ത് മണ്ഡലം കൈക്കലാക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് ഏറെ പണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും മികച്ച സ്ഥാനാർത്ഥിയെ നിലനിർത്തിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് UDF കരുതുന്നു. കോഴിക്കോട് സൗത്ത് നിലവിൽ INL-ന്റെ കൈവശമുള്ള മണ്ഡലമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി സൗത്ത് വിജയമുറപ്പിക്കാനാണ് ലീഗിന്റെ നീക്കം. കുന്നമംഗലം മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാൻ UDF-നും പരിമിതികളുണ്ട്. സ്വാഭാവികമായും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചാൽ മണ്ഡലത്തിൽ റഹീം പരാജയപ്പെടുവാനാണ് സാധ്യത. കുറ്റ്യാടി മണ്ഡലത്തിൽ വീണ്ടും അബ്ദുള്ളയെ തന്നെ ലീഗ് പരിഗണിക്കുവാനാണ് സാധ്യത. അങ്ങനെയാകുമ്പോൾ കുറ്റ്യാടിയിൽ CPM-ന് അടിതെറ്റുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാദാപുരം മികച്ച ലീഡ് UDF-ന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നാദാപുരത്ത് അനായാസം വിജയിക്കുവാൻ കഴിയുമെന്നതാണ് UDF-ന്റെ ആത്മവിശ്വാസം. തിരുവമ്പാടിയിൽ CPM-ന്റെ ലിൻഡോ ജോസഫാണ് ഇപ്പോൾ MLA. നിലവിൽ UDF-ൽ നിന്നും ലീഗാണ് അവിടെ മത്സരിക്കുന്നത്. ലീഗിൽ നിന്നും കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്താൽ വിജയിക്കുവാൻ കഴിയുമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അറുത്തുമുറിച്ച് 5 ജില്ലകളെ പരിശോധിക്കുമ്പോൾ ആകെയുള്ള 48 മണ്ഡലങ്ങളിൽ 34 ഇടങ്ങളിലും UDF-നാണ് മുൻതൂക്കം. 13 മണ്ഡലങ്ങളിൽ LDF-നും വിജയസാധ്യതയുണ്ട്. അതേസമയം വടക്കൻ കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുമെന്ന സൂചനകളും ഈ വിശകലനം നൽകുന്നുണ്ട്.